രാജ്യം കണ്ട എക്കാലത്തെയും ബഹുമുഖ പ്രതിഭയുടെ പിറന്നാളാണ് ഇന്ന്. ലോകം കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന മലയാളത്തിൻ്റെ അഭിമാനമായ ശശി തരൂരിൻ്റെ 70-ാം ജന്മദിനം. കേരള രാഷ്ട്രീയത്തിലെ കേവല മാപിനികൾ കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്താനാകാത്ത മഹാപ്രതിഭ. 70-ാം പിറന്നാളാണ്. അപ്പോൾ ഒരു സീനിയർ സിറ്റിസനായി സ്ഥാപിച്ചു. അതാണ് നമ്മുടെ ഒരു വലിയൊരു വാർത്ത. നമ്മൾക്ക് എല്ലാ ദിനം പോലൊരു പ്രവർത്തനം തന്നെ ഉള്ളൂ. പാർട്ടി ചട്ടക്കൂടുകളുടെ പുറത്ത് പൊന്നുകായ്ക്കുന്ന മരം പോലെ ചാഞ്ഞു വളർന്ന രാഷ്ട്രീയക്കാരൻ. വായന കൊണ്ട് വളർന്ന കുട്ടിക്കാലവും എഴുത്താൽ ഉറച്ച ചുവടുവെപ്പുകളും പഠനം ആണിക്കല്ല് പാകിയ നയതന്ത്ര ചാരുതയും പാണ്ഡിത്യം വിശാലമാക്കിയ ആത്മവിശ്വാസവും. ലോകം കണ്ട് നാട്ടിൽ തിരിച്ചെത്തിയ വിശ്വപൗരൻ. പ്രായം 70 എന്നത് അനുഭവങ്ങൾ പകരുന്ന അലങ്കാരം മാത്രം. 1956 ലണ്ടനിൽ ജനനം. മുംബൈയിലും കൊൽക്കത്തയിലും സ്കൂൾ വിദ്യാഭ്യാസം. പാശ്ചാത്യവും പൗരസ്ത്യവുമായ സംസ്കാരങ്ങളെ കണ്ണിച്ചേർത്ത യൗവനം. അമേരിക്കയിലെ ടഫ്റ്റ്സ് സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടുമ്പോൾ പ്രായം 22. രാഷ്ട്രീയ പഠനഗ്രന്ഥം ആദ്യ പുസ്തകമാകുമ്പോൾ പ്രായം 25. ഐക്യരാഷ്ട്രസഭയിൽ ഉന്നത പദവികളിരുന്നത് 29 വർഷം. രാഷ്ട്രതന്ത്രങ്ങളുടെ നയശാലിയായിരുന്നപ്പോഴും സർഗാത്മക സാഹിത്യത്തിലേക്കും സംഭാവനകൾ. ദി ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ മുതൽ ദി ലൈഫ് ലെസൺസ് ആൻഡ് ലെഗസി ഓഫ് ശ്രീനാരായണ ഗുരു വരെ എണ്ണം പറഞ്ഞ പുസ്തകങ്ങൾ. കടൽ കടന്നും വായനക്കാർ. മൂവർണ്ണ ഷാളണിയാൻ കേരളത്തിലേക്കുള്ള വരവ് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിരുന്നു. രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠം കുറിക്കാൻ ചെന്നെത്തിയത് കിങ് മേക്കറുടെ മടയിൽ. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കേന്ദ്ര സഹമന്ത്രി പദം വരെ പോയി വന്നു. 4 തിരഞ്ഞെടുപ്പുകളിൽ തലസ്ഥാന മണ്ഡലത്തിൻ്റെ തിലകക്കുറിയായി ശശി തരൂർ. 3 തവണ താമരയുടെ തണ്ടൊടിക്കാൻ തരൂരിൻ്റെ വ്യക്തിപ്രഭാവം കോൺഗ്രസിന് തുണയായി. എന്നാൽ പരമ്പരാഗത പാർട്ടിക്കാരൻ്റെ ഖദർ കുപ്പായം കഞ്ഞിവെള്ളം മുക്കി അണിഞ്ഞില്ല തരൂർ. പ്രാദേശിക രാഷ്ട്രീയ ചർച്ചകളിൽ തലവെച്ചില്ല. വ്യക്തിപരമായി ഉയർന്നുവന്ന ആരോപണങ്ങളിലും പതറിയില്ല. വാക്ചാതുരിയും സങ്കീർണമായ ഇംഗ്ലീഷ് പദപ്രയോഗങ്ങളും തരൂരിനെ പുതുതലമുറകളോട് ചേർത്തു. ടെക്കികളോട് സംവദിച്ചും ടെക്നോളജിയെ കൂട്ടുപിടിച്ചും രാഷ്ട്രീയ യാത്രയിൽ കണ്ടെത്തിയത് പുതുവഴി. വോട്ട് ബാങ്കുകളെ ബോധ്യപ്പെടുത്തലല്ല, സ്വന്തം ബോധ്യങ്ങളാണ് വർത്തമാനങ്ങൾ. വിവാദങ്ങൾ ഉണ്ടായാലും തിരുത്തില്ല. ആവർത്തനം അല്ലെങ്കിൽ വിശദീകരണം. അത് കേരളം പലകുറി കണ്ടു. ഐക്യരാഷ്ട്രസഭയിൽ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ചതുപോലൊരു ധൈര്യമാണ് AICCയിലേക്കും കണ്ടത്. നെഹ്റു കുടുംബത്തിൻ്റെ പിന്തുണയില്ലാതെ മത്സരിച്ചിട്ടും ഞെട്ടിക്കുന്ന വോട്ട് പിടിച്ചു. പ്രവർത്തക സമിതിയിലേക്കെടുത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തരൂരിനെ കേരളത്തിലെയും പ്രധാന നേതാവാക്കി. അപ്പോഴും നേതൃത്വം വടിയെടുത്താലും ചട്ടക്കൂട് ലംഘന, കുരുത്തക്കേട് കാട്ടിക്കൊണ്ടേയിരുന്നു. ലോകം ചുറ്റിയിട്ടും അതിലേറെ കൗതുകത്തോടെ മലയാള തനിമയിലൊരു വേഷ്ടി ചുറ്റുമ്പോഴും മുടക്കമില്ലാതെ പ്രഭാത ഭക്ഷണമായി ഇഡ്ഡലി എത്തുമ്പോഴും ഊർന്നു വീഴുന്ന മുടി കൈകൊണ്ട് ചീകി വെച്ചൊരു ചിരിയുണ്ട്. അതാണ് മലയാളിക്ക് തരൂർ. തിളക്കമുള്ള കണ്ണുകൾക്കും വെളിച്ചമേറിയ കാഴ്ചപ്പാടുകൾക്കും പ്രായമാകുന്നേയില്ല. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ നിന്ന് എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ,